ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മനു കാഞ്ഞങ്ങാട്. ഞാനിന്ന് യാദൃശ്ചികമായിട്ട് മംഗലാപുരം വരെ പെട്ടെന്ന് വൈകുന്നേരം പോകേണ്ടി വന്നു. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരം പോയത് താമ്പരം മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസ്സിലാണ്. താമ്പരം മംഗലാപുരം സെൻട്രൽ എന്ന് പറയുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ താമ്പരത്ത് നിന്ന് പുറപ്പെട്ടിട്ട് ട്രിച്ചി, ഈറോഡ്, ഷൊർണൂർ, കോഴിക്കോട് വഴി മംഗലാപുരം പോകുന്ന ഒരു ട്രെയിനാണ്. കുറച്ച് വളഞ്ഞ് ചുറ്റിയാണ് ചെന്നൈയിൽ നിന്ന് മംഗലാപുരം വരെ വരുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു ട്രെയിനാണിത്. ആദ്യകാലത്ത് ഇത് പാലക്കാട് ലിങ്ക് എക്സ്പ്രസ്സായി പോയിക്കൊണ്ടിരുന്നതാണ്. മംഗലാപുരത്ത് നിന്ന് പാലക്കാടേക്ക് പോവുകയും പാലക്കാട് നിന്ന് ട്രിച്ചിക്ക് വേറൊരു ലിങ്ക് എക്സ്പ്രസ്സും ട്രിച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു ലിങ്ക് എക്സ്പ്രസ്സും, അങ്ങനെ 3 എക്സ്പ്രസ് കൂടി കമ്പൈൻ ചെയ്ത് ഇപ്പോൾ താമ്പരം, മുമ്പ് ചെന്നൈ എഗ്മോർ മംഗലാപുരം എക്സ്പ്രസ് ആയിരുന്നു, അതിപ്പോൾ കുറച്ചുകൂടെ ചുരുക്കി താമ്പരത്തേക്ക് മാറ്റി താമ്പരത്ത് നിന്ന് ചെന്നൈ എഗ്മോറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് താമ്പരത്ത് നിന്ന് പുറപ്പെട്ട് ഇപ്പം മംഗലാപുരം സെൻട്രൽ വരെ വരുന്ന ഒരു ട്രെയിനായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് വളരെ ലേറ്റായിട്ട് വൈകുന്നേരങ്ങളിൽ ഒരു 7 മണിയോട് അടുപ്പിച്ചൊക്കെയാണ് കാഞ്ഞങ്ങാട് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം വളരെ നേരത്തെ ഒരു 5-5:15 ആകുമ്പോൾ തന്നെ ട്രെയിൻ എത്തുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ, യാത്രാവിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ഇതൊരു സാധാരണ എക്സ്പ്രസ് ട്രെയിനാണ്. ഇത് കാഞ്ഞങ്ങാട് വരുന്നത് ഏകദേശം 5:10 ആവുമ്പോഴാണ് കാഞ്ഞങ്ങാട് വരേണ്ടത്. ഇന്ന് ഏകദേശം 45 മിനിറ്റോളം ലേറ്റായിട്ടാണ് ട്രെയിൻ എത്തിയത്. ഏകദേശം 5:55 ട്രെയിൻ എത്തിയത്. ഇത് മംഗലാപുരം എത്തുമ്പോൾ ഏകദേശം 7 മണി 7:10 ആയി. മുമ്പ് ഇത് 9 മണിക്ക് ശേഷമായിരുന്നു എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ നേരത്തെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ ട്രെയിൻ എത്തുന്നുണ്ട്. ഈ ട്രെയിനിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് നിന്ന് പുറപ്പെട്ടിട്ട് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടിക്കുളമാണ്. കോട്ടിക്കുളം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ പാലക്കുന്ന് ഭരണി നടക്കുന്ന ഒരു സ്റ്റേഷനാണ് കോട്ടിക്കുളം. അത് കഴിഞ്ഞാൽ കോട്ടിക്കുളം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് നിങ്ങൾക്കറിയാമല്ലോ, കാസർഗോഡ് ജില്ലയുടെ തലസ്ഥാനമായിട്ടുള്ള കാസർഗോഡ്. അത് കഴിഞ്ഞാൽ കാസർഗോഡ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കുമ്പളയാണ്. കുമ്പള എന്ന് പറഞ്ഞാൽ അനിൽ കുംബ്ലയുടെ ജന്മസ്ഥലം, കൂടാതെ അനന്തപുരം ക്ഷേത്രമുള്ള ഒരു സ്ഥലം കൂടിയാണ് കുമ്പള എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു സ്റ്റേഷനാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം കഴിഞ്ഞാൽ പിന്നെ കർണാടകത്തിലായി. ഏറ്റവും മഞ്ചേശ്വരത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, മഞ്ചേശ്വരം റെയിൽവേയുടെ സ്ഥലനാമ ബോർഡിൽ 4 ഭാഷകൾ കാണാൻ സാധിക്കും. പക്ഷേ മഞ്ചേശ്വരത്തിൻ്റെ അപ്പുറം കർണാടകത്തിലെ ഉള്ളാൾ എന്ന ബോർഡിൽ വെറും 3 ലാംഗ്വേജ് മാത്രമേ, 3 ഭാഷകൾ മാത്രമേ കാണാൻ സാധിക്കൂ. അതാണ് കേരളത്തിൻ്റെ ബഹുസ്വരത എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ സ്റ്റേഷനുകളെല്ലാം തന്നെ വളരെ പ്രൗഢഗംഭീരമാർന്ന സ്റ്റേഷനുകളാണ്. പല അവിടുത്തെ എന്താ പറയണ്ടേ, നാട്ടുകാരായാലും എല്ലാവരും വളരെ നല്ലവരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. ഈ തീവണ്ടി യാത്ര ഒരു നവ്യാനുഭവമായി മാറും, നിങ്ങൾക്ക് ഉറപ്പാണ്. കാരണം എന്ന് വെച്ചാൽ മഞ്ചേശ്വരം കഴിഞ്ഞാൽ ഉള്ളാളാണ്. ഉള്ളാൾ കഴിഞ്ഞിട്ട് മംഗലാപുരത്തെ പ്രശസ്തമായ നേത്രാവതി പുഴ കാണാം. അത് കഴിഞ്ഞ് നേത്രാവതി പുഴയും കടന്ന് മംഗലാപുരം എത്തുന്ന ഒരു കുറച്ച് ദൂരം മാത്രമാണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഏകദേശം കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ചിത്താരിപ്പുഴ, അതുപോലെ തന്നെ ബേക്കൽ പുഴ, അത് കഴിഞ്ഞ് കളനാട് നദി, കളനാട് പുഴ, അത് കഴിഞ്ഞ് ചന്ദ്രഗിരി പുഴ, അങ്ങനെ 4 പുഴകളും. അതിനുശേഷം കാസർഗോഡ് കഴിഞ്ഞിട്ട് മൊഗ്രാൽ പുഴ, കുമ്പളപ്പുഴ, ഷെറിയപ്പുഴ, ഉപ്പളപ്പുഴ, അത് കഴിഞ്ഞ് മഞ്ചേശ്വരം പുഴ, അങ്ങനെ ഏകദേശം 10ഓളം നദികളോടുകൂടിയ ഒരു ചെറിയ ദൂരമാണെങ്കിൽ പോലും 10ഓളം നദികൾ കടന്നു പോകും. അപ്പോൾ വളരെയധികം നയനമനോഹരമായ കാഴ്ചകളാണ് കാസർഗോഡിൻ്റെ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നതെന്ന് എനിക്ക് അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.